കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് OCI പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലേക്ക് പുതുതായിട്ട് വന്ന ഒരു കൊമ്പൻ വീർ ജോഷി എന്ന 18 വയസ്സുകാരൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെൻസേഷണൽ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് വീർ ജോഷിയെ കുറിച്ചാണ്. 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒഡീഷയിൽ നിന്നുള്ള 4th ടയർ ക്ലബ്ബായിട്ടുള്ള സമലേശ്വരി സ്പോർട്ടിംഗ് ക്ലബ്ബ് 4ാം ഡിവിഷൻ ക്ലബ്ബാണ്. പക്ഷെ അവർ കരുത്തന്മാരായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെ ഡ്യൂറന്റ് കപ്പിൽ പരാജയപ്പെടുത്തി അണ്ടർഡോഗ്സ് ആണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു അത്യുഗ്രൻ ബാങ്കർ ലോങ് ഫ്രിക്ക് ഗോൾ എടുത്ത 18 വയസ്സുകാരനായിരുന്നു വീർ ജോഷി. ആള് അറ്റാക്കറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിക്കും. സ്ട്രൈക്കറായിട്ട് കളിക്കാനുള്ള പൊട്ടൻഷ്യലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ക്രിയേറ്റീവ് ഇൻറ്റൻറ്റും എല്ലാം കേവലം ചെറിയ മത്സരങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ അയാൾ കാണിച്ചു കൊടുത്തു. വീർ ജോഷിയുടെ അഡിഷൻ ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ള ഒരു പ്രതീക്ഷയുടെ വഴിതുറക്കലാണ് എന്ന് വിശേഷിപ്പിക്കാം. 18 വയസ്സേ ആയിട്ടുള്ളൂ. പുള്ളി OCI കാർഡ് നേടിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഓസ്ട്രേലിയൻ പൗരത്വം ടെർമിനേറ്റ് ചെയ്യാനും ആൾ റെഡിയാണ്. OCI കാർഡ് ഹോൾഡറാണ്. പുള്ളി ഇന്ത്യക്ക് വേണ്ടി കളിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗെറ്റാഫയുടെയും സതാംപ്ടൻ്റെ ഒക്കെ അക്കാഡമിയിൽ ട്രയൽസിന് പോയിരുന്ന ആൾ സാക്രമെൻറ്റോ റിപ്പബ്ലിക്കൻ അക്കാദമി എന്ന് പറയുന്ന ടീമിന് വേണ്ടിയാണ് കളിച്ചത്. ആ അക്കാദമി ടീമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മേജർ ലീഗ് സോക്കറിലെ വമ്പന്മാരുടെ അക്കാദമി ടീമിനെതിരെ മികച്ച പ്രകടനം ആൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, യൂറോപ്പിലെ ലോവർ ഡിവിഷനിൽ കളിക്കുന്ന താരങ്ങൾക്ക് പോലും ഇന്ത്യൻ ഫുട്ബോളിൽ വന്നാൽ എത്രമാത്രം മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വീർ ജോഷിയുടെ പ്രകടനം എന്ന് വിലയിരുത്തുക. കാരണം വീർ ജോഷി അമേരിക്കയിൽ കളിച്ചിട്ടുള്ളത് അക്കാദമി ടീമുകളിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് പ്രോപ്പറായിട്ട് മേജറിൽ ലഭിച്ചിട്ടില്ല. ഇവിടെ വന്ന് അദ്ദേഹം സമലേശ്വരി എന്ന് പറയുന്ന 4th ഡിവിഷൻ ക്ലബിനെതിരെ, ഒഡീഷയിലെ 4th ഡിവിഷൻ ക്ലബിന് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പേരുകളുള്ള കൊൽക്കത്തയിലേക്ക് അദ്ദേഹം പോകുന്നു. ഒഡീഷയിലെ ഈ ഒരു കുഞ്ഞു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത ശേഷം വമ്പന്മാരായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ നിലവിൽ ഇന്ത്യയിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന തരത്തിലൊരു കിടിലൻ ലോങ് റേഞ്ചർ ഫ്രീക്ക് ഗോൾ അടിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് അത് തെളിയിക്കുന്നത്. അപ്പം വിദേശ രാജ്യങ്ങളിൽ ലോവർ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് പോലും ഇത്രയധികം ക്വാളിറ്റി ഇവിടുത്തെ ഫുട്ബോളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗതി എത്രമാത്രം ഉയരും എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് വീർ ജോഷി. വീർ ജോഷി നമുക്ക് നൽകുന്നത് ഒരു പാഠമാണ്. വീർ ജോഷി ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തയ്യാറാണ്. വീർ ജോഷിയെപ്പോലെ 3 OCI പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നല്ല കാര്യമാണ്. റയാൻ വില്യംസ് വന്നതിന് ശേഷം ഇപ്പം യൂത്ത് ടീമുകളിലേക്ക് 4ാമത്തെ OCI പ്ലെയറാണ് വരുന്നത്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്. ഏതായാലും വീർ ജോഷി തുറന്നിട്ടത് വളരെ വലിയൊരു പാഠമാണ്. ലോവർ ഡിവിഷനിൽ കളിക്കുന്നവന്മാർ ഇവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇത്രത്തോളം ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നുള്ള ലോവർ ഡിവിഷൻ കളിക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ പിക്ക് ചെയ്തിറക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടുമാണ് വീർ ജോഷി എന്ന സെൻസേഷണൽ